നമസ്കാരം. എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഇന്ത്യയിലും വിവാദത്തിന് തിരികൊളുത്തുകയാണ്. എപ്സ്റ്റൈൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുൾപ്പെട്ടതിലാണ് വിവാദം കത്തുന്നത്. ഒരു ഇമെയിലിലെ പരാമർശത്തിൽ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നത്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചെന്നാണ് ഈ മെയിലിൽ എപ്സ്റ്റൈൻ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഇത്തരം വ്യാജ അവകാശവാദങ്ങളെ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച ഔദ്യോഗികമായി അറിയിച്ചു. അതേസമയം പ്രതിപക്ഷം ഈ വെളിപ്പെടുത്തലുകളെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനായുധമാക്കുകയാണ്. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ലക്ഷക്കണക്കിന് രേഖകളിൽ ഒന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് പരാമർശമുള്ളത്. നരേന്ദ്രമോദി തന്റെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എപ്സ്റ്റൈൻ ഇമെയിലിൽ അവകാശപ്പെടുന്നു. തന്റെ നിർദ്ദേശപ്രകാരമാണ് മോദി ഇസ്രായേലിൽ പോയതെന്നാണ് എപ്സ്റ്റൈൻ്റെ വിവരണം. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് താൻ അത്തരമൊരു നിർദ്ദേശം നൽകിയതെന്നും അത് ഗുണകരമായെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്ന് ഇമെയിലിൽ വ്യക്തമാക്കുന്നുമില്ല. എപ്സ്റ്റൈൻ രേഖകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ടെന്ന ഇമെയിൽ സന്ദേശത്തെക്കുറിച്ച് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വിശദീകരിച്ചിട്ടുണ്ട്. 2017 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഈ ഒരു വസ്തുതയൊഴിച്ചാൽ ബാക്കി പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഒരു കുറ്റവാളിയുടെ വെറും ചപ്പുചവർ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇമെയിലിലെ ഈ പരാമർശങ്ങളെന്നും ഇതിന് യാതൊരു ഗൗരവ സ്വഭാവം നൽകേണ്ടതില്ലെന്നും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായിട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു ദേശീയ അപമാനമാണെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് പവൻ ഖേര എപ്സ്റ്റൈൻ്റെ ഉപദേശം സ്വീകരിച്ച പ്രധാനമന്ത്രി ഇസ്രായേലിൽ വെച്ച് US പ്രസിഡന്റിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നും ഇതിന് പിന്നാലെ ഇറ്റ് വർക്ക്ഡ് എന്ന് എപ്സ്റ്റൈൻ എഴുതിയതായും ആരോപിച്ചു. പ്രധാനമന്ത്രി ശിക്ഷിക്കപ്പെട്ട ഒരു ലൈംഗിക കുറ്റവാളിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് ഈ രേഖകൾ സൂചിപ്പിക്കുന്നുവെന്നും ഇത് നയതന്ത്രപരമായ മര്യാദകളെ പോലും ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എപ്സ്റ്റൈനിൽ നിന്ന് എന്ത് ഉപദേശമാണ് തേടിയതെന്നും ഇറ്റ് വർക്ക്ഡ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും ഖേര ആവശ്യപ്പെട്ടു. ലൈംഗിക കടത്ത് കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിയവേ 2019 മരിച്ച ജെഫ്രി എപ്സ്റ്റൈൻ്റെ രേഖകളാണ് അമേരിക്കൻ നിയമപ്രകാരം പരസ്യപ്പെടുത്തുന്നത്. പുതുതായി പുറത്തുവിട്ട ബാച്ചിൽ 30 ലക്ഷം പേജ് രേഖകളും 1.8 ലക്ഷം ചിത്രങ്ങളുമാണുള്ളത്. ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ്, ഇലോൺ മസ്ക് തുടങ്ങി ലോക പ്രശസ്തരായ പലരുടെയും പേരുകൾ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പേര് പരാമർശിക്കപ്പെട്ടു എന്നത് അവർ കുറ്റക്കാരാണെന്നതിന് തെളിവല്ലെന്നും US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്സ്റ്റൈൻ്റേത് ആത്മഹത്യയാണെന്ന് ഔദ്യോഗിക അന്വേഷണങ്ങൾ പറയുമ്പോഴും പുതിയ രേഖകളിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ളതായും കാണുന്നു. എപ്സ്റ്റൈൻ്റെ അവസാന കുറിപ്പ് ഒരു ആത്മഹത്യക്കുറിപ്പായി തോന്നുന്നില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇമെയിലൂടെ നിരീക്ഷിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. എപ്സ്റ്റൈൻ്റെ സ്വാധീന വലയത്തിൽ ഉണ്ടായിരുന്ന കരുത്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ രേഖകളിൽ ഉൾപ്പെടുന്നത്. 3 ദശലക്ഷത്തിലധികം പേജുകൾ, 2000-ലധികം വീഡിയോകൾ, 1.8 ലക്ഷം ചിത്രങ്ങൾ എന്നിവ ഈ വിവരശേഖരണത്തിൽ ഉൾപ്പെടുന്നു. മുൻപ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന ഈ രേഖകൾ ഡെപ്യൂട്ടി US അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വെബ്സൈറ്റിലൂടെ പരസ്യമാക്കിയിരിക്കുന്നത്. എപ്സ്റ്റൈൻ ഫയലുകളിലെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിന്റെ വ്യക്തിജീവിതത്തെയും പ്രതിച്ഛായയും പ്രതിസന്ധിയിലാക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൂടെ അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട ഫയലുകളിലാണ് ബിൽ ഗേറ്റ്സിനെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുള്ളത്. റഷ്യൻ പെൺകുട്ടികളുമായി ഗേറ്റ്സ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ലൈംഗിക രോഗം പിടിപെട്ടതായിട്ടാണ് ഫയലുകളിൽ ആരോപിക്കുന്നത്. ഗേറ്റ്സിന് ആന്റിബയോട്ടിക്കുകൾ നൽകാൻ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മെലിൻഡ ആവശ്യപ്പെട്ടതായും നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലുണ്ട്. എന്നാൽ ബിൽ ഗേറ്റ്സ് ഈ ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിക്കുകയാണ്. താനുമായിട്ടുള്ള ബന്ധം തകർന്നതിലുള്ള എപ്സ്റ്റൈൻ്റെ നിരാശയാണ് ഈ രേഖകളിലുള്ളതെന്നും തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഗേറ്റ്സിന്റെ വക്താവ് പ്രതികരിച്ചത്.